ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 47-48 തിരുവചനങ്ങൾ. നിങ്ങൾക്ക് ദുരിതം, എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറകൾ പണിയുന്നു. അങ്ങനെ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ സാക്ഷ്യവും അംഗീകാരവും നൽകുന്നു. എന്തെന്നാൽ അവർ അവരെ കൊന്നു, നിങ്ങളോ അവർക്ക് കല്ലറകൾ പണിയുന്നു. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. വീണ്ടും തന്നോട് എന്തിനാണ് ശാസ്ത്രിമാരായ ഞങ്ങളെ കൂടി നീ വിമർശിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരു കാരണം കൂടി യേശു ആ നിയമജ്ഞനോട് പറയുകയാണ്. നിങ്ങളുടെ പിതാക്കന്മാർ ഞാൻ ഈ ലോകത്തിലേക്ക് എൻ്റെ ജനങ്ങളെ പിതാവാം ദൈവവുമായി അടുപ്പിക്കുവാൻ അയച്ച എൻ്റെ പ്രവാചകന്മാരെ പല കാരണങ്ങൾ പറഞ്ഞ് കൊന്നു. ഇന്നിപ്പോൾ ആ കൊല്ലപ്പെട്ട പ്രവാചകന്മാർക്കായി നിങ്ങൾ കല്ലറകൾ പണിയുന്നു, കണ്ണുനീർ പൊഴിക്കുന്നു. ഇത് പറയുമ്പോൾ യേശുവിനറിയാം അവരുടെ മനസ്സ് വീണ്ടും ഒരു വലിയ പാതകം ചെയ്യുവാൻ വെമ്പുകയാണ് എന്നുള്ളത്. ഈ ലോകത്തിലേക്ക് സാക്ഷാൽ ദൈവം മനുഷ്യനായി അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. എന്നിട്ടും അവർ കാത്തിരുന്ന മെശിഹായെ അവർ തിരിച്ചറിയാതെ പോകുന്നു. അവരുടെ ആത്മീക കണ്ണുകൾ അന്ധതയാലും അവരുടെ ഹൃദയങ്ങൾ ആത്മീക അഹന്തയാലും നിറഞ്ഞിരിക്കുന്നു. അവരെക്കുറിച്ചുള്ള ഈ സങ്കടങ്ങളെല്ലാം മനസ്സിൽ പേറി തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കേണ്ട നിയമജ്ഞരുടെ മുഖത്ത് നോക്കി യേശുവിനെ നിങ്ങൾക്ക് ദുരിതം എന്ന പദം വീണ്ടും വീണ്ടും ഉപയോഗിച്ച് അവരെ വിമർശിക്കേണ്ടി വരുന്ന സമയം. ഇന്ന് യേശുവിന് ഒരു പക്ഷേ നാം ഓരോരുത്തരോടും ഈ ചോദ്യം ചോദിക്കാൻ ആഗ്രഹമുണ്ടാകാം. വിശുദ്ധരെ ആദരിക്കുന്ന, അവരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കുന്ന നാം എത്രമാത്രം അവരുടെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ പിന്തുടരുന്നുണ്ട്? ആത്മീയ നേതാക്കളുടെ ചിത്രങ്ങൾ സ്ഥാപിക്കുമ്പോൾ അവരുടെ ഉപദേശങ്ങൾ, അവരുടെ നിഷ്കളങ്കമായ ജീവിതം മാതൃകയാക്കാൻ നാം പരിശ്രമിക്കാറുണ്ടോ? സത്യം പറയുന്നവരെ വിമർശിക്കുകയും പറ്റുകയാണെങ്കിൽ അവരെ എതിർക്കുകയും ചെയ്ത് പിന്നീട് ആ സത്യം പറഞ്ഞവർ കാലയവനികയിൽ മറയുമ്പോൾ അവരുടെ മരണശേഷം അവരെ പുകഴ്ത്തുന്നവരുടെ കൂട്ടത്തിൽ നാം മുൻപന്തിയിലുണ്ടോ? ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ അല്ലേ? സത്യം പറയുന്നവരെ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പിന്തുണച്ചും വിശുദ്ധിയിൽ ജീവിക്കുന്നവരെ ആദരിച്ചും അവരുടെ സന്ദേശങ്ങൾ ബഹുമാനിച്ചും ജീവിതത്തിൽ ആ സന്ദേശങ്ങൾ പ്രാവർത്തികമാക്കിയും ദൈവത്തിൻ്റെ ശബ്ദത്തോട് ഹൃദയം തുറന്ന് പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും സ്മാരകങ്ങളിൽ പോയി ആദരിക്കുക മാത്രം ചെയ്യാതെ അവരുടെ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവർ പ്രസംഗിച്ച ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.